ഇപ്പോൾ ബൈബിൾ ചവിട്ടി തേച്ചിട്ടേക്കുമല്ലേ. എന്ത് ഉദ്ദേശത്തോടു കൂടെയാണോ ബൈബിൾ എഴുതിയത് അതിന് നേരെ എതിരെയാണെന്ന് ബൈബിൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവന് വേണ്ടി കൊടുത്ത സാധനം ഇന്ന് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു പഴമൊഴി കേട്ടിട്ടില്ലേ? എന്താ, അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന. അതുപോലൊരു കലാപരിപാടിയാണ് ഇന്നത്തെ ഫ്യൂണറൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആണ്. സംസ്കാര സമ്പന്നമായ കേരളത്തിലെ ജനങ്ങളത് തിരിച്ചറിയേണ്ട കാലമായി. ഇപ്പോൾ ഈ കോവിഡ് വന്ന സമയത്ത് എൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. എന്തൊക്കെ സംഘടനകളുണ്ടോ അതിനകത്തെല്ലാം ആൻറ്റിയുണ്ട്. എന്തൊക്കെ പള്ളിയിൽ പ്രോജക്റ്റുകളോ പ്രവർത്തനങ്ങളുണ്ടോ അതിനകത്തെല്ലാം ആൻറ്റിയുണ്ട്. ഞായറാഴ്ച ദിവസം രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നത് ചിലപ്പോൾ വൈകുന്നേരം 5 മണിക്കോ 6 മണിക്കോ ഒക്കെ ആയിരിക്കും. കാരണം എല്ലാ സംഘടനകളൊക്കെ കഴിഞ്ഞിട്ടേ വേണമെങ്കിൽ പള്ളിയും കൂടെ തൂത്ത് തുടച്ചിട്ടിട്ട് ആൻറ്റി വീട്ടിൽ വരത്തുള്ളൂ. ഈ ആൻറ്റി കോവിഡ് കാലഘട്ടത്തിൽ മരിച്ചു. ഒരൊറ്റ മനുഷ്യന് ശവം പോലും കാണാൻ പെർമിഷൻ കിട്ടിയില്ല. ഈവൻ ഹസ്ബൻഡിൻ്റെ മക്കൾക്കും പോലും ശ്മശാനത്തിൽ പോകാൻ പറ്റിയില്ല.